പൂഞ്ഞാറിൽ BLO ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം BLO ആന്റണിയെ വീട്ടിലെത്തി സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ ആന്റണിയുമായി ആശയവിനിമയം നടത്തി. മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ശബ്ദ സന്ദേശം പങ്കുവച്ചതെന്ന് ആന്റണി. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, രാജ്യത്തെമ്പാടുമുള്ള BLOമാർ വലിയ സമ്മർദ്ദത്തിലാണ്. രാജ്യത്ത് ഇതുവരെ തന്നെ ബംഗാളിലടക്കം 30 BLOമാരാണ് ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനത്ത് അനീഷ് ജോർജിന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ തരത്തിൽ പലരും ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. എന്താണ് ഈ ആന്റണിയുടെ കാര്യത്തിൽ സംഭവിച്ചത്? നിലവിൽ ഉദ്യോഗസ്ഥർ അവിടെ ആന്റണിയുടെ വീട്ടിൽ തന്നെയുണ്ട്. എന്താണ് വിവരങ്ങൾ? ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നും താൻ അതിനാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും BLO ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള BLO പൂഞ്ഞാർ മണ്ഡലത്തിലെ 110 നമ്പർ ബൂത്തിൽ വർക്ക് ചെയ്യുന്ന ആന്റണി, അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ സംഭാഷണം അവരുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇട്ടത്. പിന്നീട് അത് പുറത്തു വരികയായിരുന്നു. ഇതിനകത്ത് ഗുരുതരമായ കാര്യങ്ങളാണ് ആന്റണി ചൂണ്ടിക്കാണിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനസികമായിട്ടും ഉള്ള പീഡനം മൂലം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു BLO ആന്റണി ആ ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഈ ഉദ്യോഗസ്ഥ സംഘം, കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം അദ്ദേഹത്തിന്റെ മുണ്ടക്കയത്തെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. തനിക്ക് ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ഓഡിയോ സംഭാഷണം വൈകാരികമായി ആ സമയത്ത് തനിക്ക് നൽകേണ്ടി വന്നത് എന്നും തനിക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നും താൻ ജോലി ചെയ്യാമെന്നും ആ ഒരു ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നും ഉദ്യോഗസ്ഥൻ ആന്റണി കളക്ടറോട് ഉൾപ്പെടെയുള്ള സംഘത്തോട് അറിയിച്ചു. പിന്നീട് അദ്ദേഹത്തിന് സഹായത്തിനായി മുണ്ടക്കയം വില്ലേജ് ഓഫീസിൽ നിന്നും 2 ജീവനക്കാരുടെ സേവനം കൂടി നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജോലിയിൽ തുടരാമെന്നുള്ള ഒരു തീരുമാനമാണ് ആന്റണി കളക്ടറെ അറിയിച്ചിട്ടുള്ളത്. ഈ 2 ജീവനക്കാരെ കൂടി നൽകാമെന്ന് പറയുമ്പോൾ ആ കളക്ടറേറ്റ്, അത് ജില്ലാ കളക്ടർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് കടുത്ത സമ്മർദ്ദത്തിലാണ് BLO മാറുന്നത്. BLO ആന്റണി ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റു പലരും, കേരളത്തിലുള്ള എല്ലാ BLOമാരും ഇതേ സമ്മർദ്ദം തന്നെ നേരിടുകയാണ്. ഈ ഉറപ്പ് നൽകിയിട്ടുണ്ടോ 2 പേരെ കൂടി അധികമായി നൽകാമെന്ന്? 2 പേരെ കൂടി അധികമായി നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയ സമയത്തേക്കാൾ വളരെ നേരത്തെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പല ഉദ്യോഗസ്ഥർക്കും അമിതമായ ജോലിഭാരമാണ് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കോടതിയുടെ ഇടപെടൽ വരുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി ഈ കേസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിഗണനയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഇതിന്റെ നടപടികൾ ധൃതി പിടിച്ച് പൂർത്തീകരിക്കുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതുമൂലം ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ മാനസിക സമ്മർദ്ദത്തിന് വഴിയാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ സമാനമായ രീതിയിൽ പരാതിയുമായി രംഗത്ത് വരികയാണ്. കാരണം പലർക്കും ജോലി സമ്മർദ്ദം കാരണം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊരു ഒരാൾ മാത്രമാണ് ഇങ്ങനെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. സമാനമായ സാഹചര്യത്തിലൂടെയാണ് പല ബൂത്ത് ലെവൽ ഓഫീസർമാരും കടന്നു പോകുന്നത്. സുജു, ശരി. സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആന്റണി എന്ന BLOയ്ക്ക് കൂടുതൽ BLOയോടൊപ്പം 2 പേരെ കൂടി നൽകാമെന്നിപ്പോൾ ജില്ലാ കളക്ടർ സമ്മതിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.